കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ വലിയ ദുരിതത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പിലെ ജനങ്ങൾ. നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറി. കണ്ണൂർ ഹൈവേയോട് ചേർന്ന് ഉള്ള സ്ഥലത്താണ് നമ്മൾ ഈ വലിയ രീതിയിൽ മഴയിൽ വെള്ളം കയറിയത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ ആലിങ്കൽ തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, റോഡിന് മറുവശത്തുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയും വെള്ളം ഒലിച്ചൊരു വശത്ത് വരുന്നു. ഇവിടെ അങ്ങനെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഒരു കാറ് തന്നെ ഇവിടെ ഏതാണ്ട് പകുതിയോളം മുങ്ങിയ നിലയിലാണ്. അപ്പോൾ കാറ് രാത്രി നിർത്തിയിട്ടതാണ്. വലിയ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെ വെള്ളം ഉയരുമെന്നൊന്നും കരുതിയില്ല. അങ്ങനെയാണ് ഇവിടേക്ക് ഇങ്ങനെ വെള്ളം ഒലിച്ചെത്തിയത്. സമീപത്തായി ഒരു വീടുണ്ട്, ആ വീടിന്റെ മുറ്റം വരെയും വെള്ളം കയറിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. ഇതിന് സമീപത്തുള്ള കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് ചുറ്റും വെള്ളക്കെട്ടുകൊണ്ട് നിറഞ്ഞൊരവസ്ഥയിലാണ് ഈ പ്രദേശമെമ്പാടും തന്നെ ഉള്ളത്. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു ഇങ്ങനെ വെള്ളം കയറാൻ തുടങ്ങിയത്? ഇപ്പൊ ഒരു മണിക്കൂറായി, 1.5 മണിക്കൂറായി വെള്ളം കയറാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ ഇതിന് കാക്കത്തോടുന്ന വെള്ളം പൊട്ടിച്ച് വരുന്നത് ഈ കറാമ റോഡ് എന്നതിന്റെ പേര്, തളിപ്പറമ്പ് ഹൈവേ ടച്ച് കറാമ റോഡ്. അപ്പൊ ഇത് മൊത്തത്തിൽ പറയാൻ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവായിരുന്നു. ഇപ്പൊ ഇത്രയും വെള്ളം ഇപ്പൊ കുറവായിരുന്നു. നേരത്തെ നല്ല വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും വെള്ളം ആദ്യമായിട്ടാണോ? അല്ലല്ലോ, ഇത് മുമ്പുണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പൊ ഒരു 5-10 കൊല്ലമായിട്ട് ഇങ്ങോട്ടില്ല വെള്ളം. ഇപ്പോഴായിപ്പോ ഇത്രയും വെള്ളം വരാൻ കാരണം എന്താ? ഇത്രയും മഴയായിരുന്നോ? നല്ല മഴയായിരുന്നു. വെള്ളം ഇവിടുന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. മഴ മാറി നിന്നാൽ മാത്രമാണ്. ഇപ്പോൾ അല്പം മഴ മാറിയിട്ടുണ്ട്, പക്ഷേ വീണ്ടും മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും വെള്ളം ഉയരാൻ സാധ്യതയുണ്ട്. ഇതാണ് കണ്ണൂർ തളിപ്പറമ്പിലെ നിലവിലെ ഒരു അവസ്ഥ.